ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെസൊല്യൂഷനെ കുറിച്ചാണ്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇൻ റിമോട്ട് സെൻസിങ് ദ ടേം റെസൊല്യൂഷൻ ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് ദി റിസോൾവിംഗ് പവർ which includes not only the capability to identify the presence of two objects but also the properties. ഇപ്പോൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റിസോൾവിംഗ് പവറാണ്. റിസോൾവിംഗ് പവർ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുക, അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. In qualitative terms, resolution is the amount of details that can be observed in an image. ഒരു ഇമേജിൽ നിന്ന് നമുക്ക് എത്ര ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ എത്ര ഡീറ്റെയിൽസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും, അതിനെയാണ് നമുക്ക് എന്ത് പറയാം, റെസൊല്യൂഷൻ ഇൻ ക്വാളിറ്റേറ്റീവ് ടേംസിൽ പറയാം. Thus an image that shows finer details is said to be ഓഫ് ഫൈനൽ റെസൊല്യൂഷൻ. നമുക്ക് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് വരെ കിട്ടുന്നതാണെങ്കിൽ we can say that it is of final resolution compared to the image that shows coarser details. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ ഹൈ റെസൊല്യൂഷനാണ്, ദാറ്റ് ഈസ് ഫൈനൽ റെസൊല്യൂഷനാണ്. ഇനി ചെറിയ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, ഫൈനൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്കെന്ത് പറയാം, ഇറ്റ് ഈസ് ഓഫ് കോഴ്സർ റെസൊല്യൂഷൻ എന്ന് പറയാം. ഇനി നമുക്ക് 4 തരത്തിലുള്ള റെസൊല്യൂഷൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് ഇൻ റിമോട്ട് സെൻസിങ് സിസ്റ്റം. ദാറ്റ് ഈസ് സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ, ടെമ്പറൽ റെസൊല്യൂഷൻ ആൻഡ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ a digital image consists of an array of pixels. Each pixel contains information about small area of the land surface which is considered as single object. Spatial resolution is a measure of area or size of the smallest dimension on the earth's surface or which an independent measurement can be made by the sensor. അപ്പോൾ സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ ഒരു സെൻസറിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ഏരിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പേഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ ദി സൈസ് ഓഫ് ദി പിക്സൽ ഓൺ ദി ഗ്രൗണ്ട് ഇൻ മീറ്റേഴ്സ്. അപ്പോൾ സാധാരണ അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ പിക്സൽസ് ഇൻ മീറ്റേഴ്സിലാണ്. അപ്പോൾ ഇതൊരു കോഴ്സർ റെസൊല്യൂഷനും ഫൈനൽ റെസൊല്യൂഷൻ്റെ ചിത്രങ്ങളാണ്. ഫൈനൽ റെസൊല്യൂഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, നമുക്ക് കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു കോഴ്സർ റെസൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള ഇതിൽ നിന്ന് ഇവിടുന്ന് നമുക്ക് എന്തേ കിട്ടുന്നുള്ളൂ, കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 ഫിഗേഴ്സ് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് റെസൊല്യൂഷൻ്റെ ഒരു ഏകദേശ ഐഡിയ കിട്ടും. ഇനി ദ measure of size of pixel is given by the instantaneous field of view. Instantaneous field of view is the angular cone of visibility of the sensor or the area of a surface that it is seen at a one particular moment of time. IFOV is dependent upon the altitude of the sensor above the ground and the viewing angle of the sensor. For IFOV, a narrow viewing angle produces smaller IFOV. IFOV also increases with the altitude of the sensor. അപ്പോൾ പിക്സൽ ഡിറ്റർമൈൻ ചെയ്യുന്നത് IFOV ആണ്, ഇൻസ്റ്റൻറ്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ ആണ്. ഇൻസ്റ്റൻറ്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഒരു സെൻസർ ഗ്രൗണ്ടിൽ എത്ര ഏരിയ കവർ ചെയ്യുന്നുണ്ട്, അതിനാണ് എന്ത് പറയുന്നത്, ഇൻസ്റ്റൻറ്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ ആൾട്ടിറ്റ്യൂഡ് കൂടുന്തോറും ഇൻസ്റ്റൻറ്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ എന്ത് വരും, കൂടും. അതുപോലെ തന്നെ വൈഡർ ആംഗിൾ ആണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ കൂടുതലായിരിക്കും. വൈഡർ ആംഗിൾ അല്ലെങ്കിൽ നേരോ ആംഗിൾ ആണെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് ഫീൽഡ് ഓഫ് വ്യൂ എന്തായിരിക്കും, കുറവായിരിക്കും. ദ സൈസ് ഓഫ് ഏരിയ viewed on the ground can be obtained by the multiplying IFOV by the distance from the ground to the sensor. This area on the ground is called the ground resolution or ground resolution cell. It is also referred as spatial resolution of the remote sensing system. In how the identification of the feature varies with the spatial resolution. അപ്പോൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെ വ്യത്യാസപ്പെടുന്നതെന്ന് ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുക, ഇവിടെ പിക്സൽ കുറവാണ്,
പിക്സൽ കുറവ്, ദാറ്റ് ഈസ് 30 മീറ്ററാണ് പിക്സൽ വരുന്നത്, പിക്സൽ കുറവാണ്. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടായിട്ടുള്ളത്, ഈ ഒരു ഹൗസിന് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഈ രീതിയിലേക്കായിരിക്കും. ഈ ഒരു പിക്സൽ മൊത്തമായിട്ട് ഈ ഹൗസായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവുക. പക്ഷേ ഇനി നമ്മൾ പിക്സൽ കുറച്ചും കൂടി ഒന്ന് കൂട്ടി, ദാറ്റ് ഈസ് ഈ ഒരു 30 മീറ്റർ നമ്മൾ 5 മീറ്റർ ആയിട്ടുള്ള ചെറിയ ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെയാണ്. നമുക്കിതിൻ്റെ ബോർഡേഴ്സ് ഒന്നും കിട്ടിയില്ലെങ്കിലും കുറച്ചും കൂടി എന്ത് ചെയ്യും, കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇതിൻ്റെ പിക്സൽ ഒന്നും കൂടി കൂട്ടി, ദാറ്റ് ഈസ് സ്മോളർ ഏരിയ നമ്മൾ കൂട്ടി വന്നപ്പോൾ 1 മീറ്റർ ഡിസ്റ്റൻസിലുള്ള ഏരിയ ആക്കി വന്നപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഔട്ട്പുട്ട് കുറച്ചുകൂടി വിസിബിൾ ആയിട്ടുള്ള, നമുക്ക് അതിൻ്റെ ബോർഡേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫിക്കേഷൻ സാധ്യമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു പിക്സലിൻ്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു എക്സാമ്പിളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് വിവരിക്കുകയാണ്. ഇൻ ദി എക്സാമ്പിൾ, ഫോർ ദി 30 മീറ്റർ റെസൊല്യൂഷൻ ഇമേജ് ദ സിഗ്നേച്ചർ ഓഫ് ഫ്രം ദി ഹൗസ് dominates for the cell, hence the entire cell is classified as house. On the other hand, in the final resolution image, shape and spatial extent of the feature is better captured. Based on spatial resolution, satellite system can be classified as low resolution, medium resolution, high resolution and very high resolution. അപ്പോൾ സെൻസേഴ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, സാറ്റലൈറ്റിന് നമ്മൾ 4 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ലോ, മീഡിയം, ഹൈ ആൻഡ് വെരി ഹൈ. ഇപ്പോൾ ലോ എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ മോർ ദാൻ 1 കിലോമീറ്ററിനാണെന്ന് പറയുന്നത് ലോ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് മോഡിസ്, AVHR ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി 100 കിലോമീറ്റർ ടു 1 കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ മീഡിയം റെസൊല്യൂഷൻ എന്ന് പറയും. അപ്പോൾ IRS, വിപ്സ്, മോഡിസ്, പിന്നെ ലാൻഡ്സാറ്റ്, TM ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. പിന്നെ 5 മീറ്റർ ടു 100 മീറ്റർ അതിനാണെന്ന് പറയുന്നത് നമ്മൾ ഹൈ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. LIS3, IRS LIS3, ETM പ്ലസ്, പിന്നെ എവിപ്സ്, സ്പോട്ട് 5 ഇതെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്, ഹൈ റെസൊല്യൂഷൻ ഉദാഹരണങ്ങളാണ്. ഇനി ലെസ് ദാൻ 5 മീറ്റർ ആണ് റെസൊല്യൂഷൻ എങ്കിൽ വെരി ഹൈ റെസൊല്യൂഷനാണ്. ദാറ്റ് ഈസ് MSS, ഇക്കനോസ്, ക്വിക്ക് ബേർഡ് ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്, വെരി ഹൈ റെസൊല്യൂഷന് ഉദാഹരണങ്ങളാണ്. ഇനി സ്പെക്ട്രൽ റെസൊല്യൂഷൻ നോക്കാം. സ്പെക്ട്രൽ റെസൊല്യൂഷൻ മേ ബി ഡിഫൈൻഡ് ആസ് ദി എബിലിറ്റി ഓഫ് എ സെൻസർ ടു ഡിഫൈൻ ദി ഫൈൻ വേവ് ലെങ്ത് ഇൻ്റർവെൽസ് ഓർ ദി എബിലിറ്റി ഓഫ് എ സെൻസർ ടു റിസോൾവ് ദി എനർജി റിസോൾവ്ഡ് ഇൻ സ്പെക്ട്രൽ ബാൻഡ് വിഡ്ത്ത് ടു ക്യാരക്ടറൈസ് ഡിഫറെൻറ്റ് കോൺസ്റ്റിറ്റ്യൂൻ്റ് ഓഫ് ദി SFS. അപ്പോൾ സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻ വേവ് ലെങ്ത്തിനൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക. ആ ഒരു സെൻസറിന് ഫൈൻ വേവ് ലെങ്ത്തിന് വരെ തിരിച്ചറിയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് സ്പെക്ട്രൽ റെസൊല്യൂഷൻ കൂടുതലാണെന്ന് പറയാം. ദ ഫൈനർ ദി സ്പെക്ട്രൽ റെസൊല്യൂഷൻ നാരോർ ദി വേവ് ലെങ്ത് റേഞ്ച് ദി പെർട്ടിക്കുലർ ചാനൽ ഓർ ബാൻഡ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. Many remote sensing systems are multispectral that record energy over separate wavelength range at a various spectral resolution. അപ്പോൾ മെനി റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് സിസ്റ്റം എന്താണ്, ഇറ്റ് ഈസ് മൾട്ടി സ്പെക്ട്രലാണ്. ഒറ്റ സ്പെക്ട്രത്തിൽ നിന്നല്ല എന്ത് ചെയ്യുന്നത്, അത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത്. അത് ഡിഫറെൻറ്റ് ഒന്നിലധികം സ്പെക്ട്രത്തിൽ നിന്നുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് കളക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസാണ് ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റ് LIS3 യൂസസ് 4 ബാൻഡ്സ്, 3 ബാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 0.5 to 0.59, 0.6 to 0.68, 0.77 to 0.86, 1.58 to 1.70. Aquaterra Modis instrument uses 36 spectral bands. അപ്പോൾ 36 സ്പെക്ട്രൽ ബാൻഡ്സിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അക്വാട്ടറയിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അതിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് വേവ് ലെങ്ത്തിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ടെറാ മോഡിസിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. റീസെൻറ്റ് ഡെവലപ്മെൻറ്റ് ഈസ് ഹൈപ്പർ സ്പെക്ട്രലാണ്, വിച്ച് ഡിറ്റക്ട് ഹൺഡ്രഡ്സ് ഓഫ് വെരി നാരോ സ്പെക്ട്രൽ ബാൻഡ്സ്. അപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് നാരോ സ്പെക്ട്രൽ ബാൻഡ്സിനെ വരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന സെൻസേഴ്സ് ഉണ്ട്. അതിനെ ഹൈപ്പർ സ്പെക്ട്രൽ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ക്രൈബ് ദി എബിലിറ്റി ഓഫ് സെൻസർ ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വേവ് ലെങ്ത് ഇൻ്റർവെൽസ്. അപ്പോൾ ഫൈനൽ വേവ് ലെങ്ത് ഇൻ്റർവെൽസിനെ വരെ തിരിച്ചറിയാൻ പറ്റുന്ന, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു എബിലിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്,
ഇറ്റ് ഈസ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. Different classes of features and details in an image can often be distinguished by comparing their response over distinct wavelength ranges. Broad class such as water vegetation can usually be separated using very broad wavelength range, the visible and near infrared. ഫൈനൽ ഡീറ്റെയിൽസ് നമുക്ക് ഒരു ഇമേജിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ ഒരു സെൻസർ ഫൈനറായിട്ടുള്ള വേവ് ലെങ്ത്തിലുള്ള വ്യത്യാസങ്ങൾ വരെ എന്ത് ചെയ്യാൻ പറ്റണം? അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. ഇനി നമ്മൾ ബ്രോഡായിട്ടുള്ള ക്ലാസിഫിക്കേഷനെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കണം. സച്ച് ആസ് വെജിറ്റേഷൻ, വാട്ടർ, അങ്ങനെ ബ്രോഡ് ക്ലാസിഫിക്കേഷൻ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ഡിഫൈൻ ചെയ്യേണ്ടതുള്ളൂ എങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൽ ഫൈനൽ സ്പെക്ട്രൽ റെസൊല്യൂഷൻ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ബ്രോഡ് വേവ് ലെങ്ത് റേഞ്ചിനെസ്സിലുള്ള സ്പെക്ട്രൽ റെസൊല്യൂഷനെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? ആവശ്യമുള്ളതുള്ളൂ. Other more specific classes such as different rock types may not be easily distinguished using either the broad wavelength range and would require comparison at which finer wavelength. ഇനി നമുക്ക് ഒരു റോക്ക് അല്ലെങ്കിൽ ബ്രോഡ് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ബ്രോഡ് വേവ് ലെങ്ത് റേഞ്ചസേ ആവശ്യമുള്ളൂ. ഇനി അതിൽ നിന്നുള്ള സബ് ക്ലാസിഫിക്കേഷന് ഏത് ടൈപ്പ് ട്രീ ആണ്, അല്ലെങ്കിൽ റോക്കിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഏതാണ്, ഇതൊക്കെ നമുക്ക് ആ ഒരു ഇമേജിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യമുണ്ട്? ആ ഒരു സെൻസർ ചെറിയ മാറ്റം, വേവ് ലെങ്ത്തിനുള്ള മാറ്റങ്ങൾ വരെ, വേവ് ലെങ്ത്തിനുള്ള റെസ്പോൺസിനുള്ള മാറ്റങ്ങൾ വരെ എന്ത് ചെയ്യണം? അതിന് മനസ്സിലാക്കാൻ പറ്റണം. Thus, we would require sensor with a high spectral resolution. Spectral resolution describes the ability of a sensor to define the finer wavelength intervals. The finer the spectral resolution, the narrower the wavelength range for a particular channel or band. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിൽ നമുക്ക് അതിൻ്റെ എന്താണ് സ്പെക്ട്രൽ റെസൊല്യൂഷൻ കുറവായിരിക്കും. ബ്ലൂ, ഗ്രീൻ, റെഡ് ഇതൊന്നിച്ചായിട്ടാണ് കിട്ടുക. പക്ഷേ കളർ ഫിലിമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വേറെ ആയിട്ട് കിട്ടും. ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാണ്. അപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ സ്പെക്ട്രൽ റെസൊല്യൂഷൻ കുറവായിരിക്കും, പക്ഷേ കളർ ഫിലിമിൽ എന്താണ്? സ്പെക്ട്രൽ റെസൊല്യൂഷൻ കൂടുതലായിരിക്കും. ഒരു ഉദാഹരണമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം റെക്കോർഡ് ദി വേവ് ലെങ്ത് എക്സ്റ്റെൻഡിങ് ഓവർ മച്ച് all of the visible portion of the electromagnetic spectrum. Its spectral resolution is fairly coarse. Spectral resolution coarse resolution കുറവായിരിക്കും. As the wavelength of the visible spectrum are not individually distinguished and overall reflectance in the entire visible portion is recorded. Color film is also sensitive to the reflected energy over visible portion of the spectrum, but has higher spectral resolution as it individually sensitive to reflected energy at blue, green and red wavelength of the spectrum. അപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ അതിന് സ്പെക്ട്രൽ റെസൊല്യൂഷൻ കുറവായിരിക്കും. സ്പെക്ട്രൽ റെസൊല്യൂഷൻ കുറവാണെന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമിന് നമുക്ക് ഒരു കോഴ്സർ ഡീറ്റെയിൽസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ വിസിബിൾ സ്പെക്ട്രത്തിൽ നിന്നുള്ള ആ ഒരു ബ്രോഡ് സ്പെക്ട്രത്തിൽ നിന്നുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അത് ആ ഒരു സെൻസർ സെൻസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മളൊരു കളർ ഫിലിമിൻ്റെ കേസിലെടുക്കുക. കളർ ഫിലിമാണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ സ്പെക്ട്രൽ റെസൊല്യൂഷൻ കൂടുതലാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? കളർ ഫിലിം നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം എന്താണ്? അതിന് കുറച്ചും കൂടി ഫൈനറായിട്ടുള്ള വേവ് ലെങ്ത്തിന് വരെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്ന സെൻസറായിരിക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു. Have a nice day.